വിണ്ണിൽ വെണ്ടാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ ഞാൻ കൊണ്ടുവന്ന ആളുകളൊക്കെ വിളിച്ചു. കാരണം എന്നെ അവർ സഹായിക്കുന്നു വിചാരിച്ചു. സഹായിക്കുന്ന ചില വേറെ ഒന്നുമല്ല, അവർ വരുമ്പോൾ അത് ഒരു വലിയൊരു പ്രോഗ്രാമിൽ നടത്തണം. നല്ലൊരു സമയത്ത് എല്ലാവരും നമ്മളെ അടുത്ത് കൂടും. പക്ഷെ അങ്ങനെ ഒരു വീഴ്ച വരുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ 2-3 ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അന്ന് ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഭയങ്കര വിഷമമുണ്ട് എനിക്കത്. പക്ഷെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോയതാണ്. കലാഭവമണിക്ക് വേണ്ടിയിട്ട് കരിമാടിക്കുട്ടനിൽ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ അതെങ്ങനെയാണ്? അത് കൊടുങ്ങല്ലൂർ ഭരണിന്റെ മനസ്സിനകത്ത് ചിന്തിച്ചു. അതിനകത്ത് ആളുകൾ ഇങ്ങനെ തന്നാരോ അപ്പോ അത് എന്റേതായ സ്റ്റൈലിൽ ഞാനത് കുറേ വർഷങ്ങളോളം 5-6 സിനിമകളുടെ പാട്ടുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. ഓരോരുത്തർ റെക്കോർഡ് ചെയ്യുന്നു, ഓരോരുത്തർ വോയിസ് മിക്സ് ചെയ്യുന്നു, ഓരോരുത്തർ ലിറിക്സ് അടുത്ത പഠന ലിറിക്സ് എഴുതാൻ വന്നിട്ടുണ്ട്, ചിലർ കീബോർഡ് പ്രോഗ്രാമിങ് വന്നു. അങ്ങനെ എല്ലാം തിരക്കായിരുന്നു. 48 മണിക്കൂർ ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീഴ്ചകൾ. ഈ സ്വരകന്യകമാരുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന വേറൊരു പാട്ടുണ്ട്. സ്വരജതി പാടും പൈങ്കിളേ മനസ്സിൻ തീരിക്കടവിലെ താമരപ്പെൺ പൂവേ. എല്ലാം അറിയാതെ നീൾമിഴിയായിരുന്നു, അതായത് നീളമുള്ള മിഴിയോട് കൂടിയവൾ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയത്. പാടിക്കുന്ന സമയത്ത് ലിറിക്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ദാസറിന്റെ ബൂത്തിലായിരുന്നു. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടുപ്പുകൾ അറിയുന്നു എന്ന് പറയുമ്പോ അങ്ങനെ 4 വരി ഉണ്ടാക്കി. അങ്ങനെ കൈതപ്പുറം ഒരു ആദ്യം ലിറിക്സ് വന്നു, എഴുതി. ദരദം ദം പഞ്ച് കിട്ടിയില്ല. ശിവദം ശിവനാമം അതെങ്ങനെയുണ്ട്? ഇതാ വേണ്ടത്. ശിവദം ശിവനാമം സഫലമീ ജീവിതം പ്രേമപൂർണം. ഭയങ്കര രസമാണ് കേട്ടോ. കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരു മൂടും പിടിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എനിക്കും ഒരു നാവുണ്ടെങ്കിൽ ചേട്ടൻ പാടി, അസ്ലായി പാടി, മോഹൻലാൽ ഒരു ആവറേജാണ് പാടിയത്. പക്ഷെ അത് പടത്തിന് ഭയങ്കരം ഫീൽ ഉണ്ടാക്കിയത്. മ്യൂസിക് ഡയറക്ടർ മോഹൻ സിത്താര സാറാണ് നമുക്കിപ്പോൾ. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ ഒത്തിരി താരാട്ട് പാട്ടുകൾ, ഇപ്പോൾ ഉണ്ണി വാവാവോ, പിന്നെ രാരി രാരിരം രാരോ, അതേപോലെ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിന് മിന്നാ മിന്നിവ, അത് 2 ONV കുറുപ്പ് സാറിൻ്റെയാണ്, 1 കൈതപ്പുറത്തിൻ്റെയാണ്. പക്ഷേ ഈ രാരി രാരിരം രാരോ സാറിൻ്റെ ആദ്യത്തെ ചിത്രമാണ് ശരിക്കും. രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത പുള്ളിയുടെ ആദ്യത്തെ സംരംഭമാണ്. നിങ്ങൾ 6 പേര് ശരിക്കും ആദ്യത്തേതായിരുന്നു. അതായത് വേണുഗോപാൽ ആദ്യത്തേതായിരുന്നു, അതേപോലെ ഗീതു മോഹൻദാസ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രമായിരുന്നു. അതിന്റെ ആർട്ട് ഡയറക്ടർ ആദ്യമായിട്ട്, ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ ഒരാളും കൂടെ അതിനകത്ത് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പൂർണിമ ഇന്ദ്രിയത്ത് ശരിക്കും ആ പടത്തിനകത്തുണ്ട്. ഗീതു മോഹൻദാസിന്റെ ക്യാരക്ടർ പോകുന്ന സ്ഥലത്തെ സ്റ്റുഡന്റ് ആയിരുന്നു, സ്റ്റുഡൻസിൽ ഒരാൾ. അങ്ങനെ ഒരു വിവരം കൂടെ ഉണ്ട് അതിനകത്ത്. ഇന്നിപ്പോ പൂർണിമ ഇന്ദ്രിയത്ത് വളരെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി മാറി. പക്ഷെ അന്ന് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല വന്നത്, ആ കുട്ടി പോകുന്ന സ്ഥലത്ത് പഠിക്കുന്ന ഒരാളായിട്ടാണ് പൂർണിമ. അങ്ങനെയും കൂടെ അന്നത്തെ കുട്ടികളൊക്കെ ഓർമ്മയുണ്ടോ? മറ്റു കൊച്ചിനും ഓർമ്മയുണ്ട്, ഗീതുവിന് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. സാർ, ഇപ്പോ
ഈ പടത്തിന് വേണ്ടിയിട്ട് ശരിക്കും മ്യൂസിക് ചെയ്യുന്നത് സാറിന് കൃത്യമായിട്ട് ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു, ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന സമയത്താണ്. എന്നാൽ ഇന്നലെ പോലെയുള്ള പത്മരാജൻ സാറിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിച്ചിട്ടുണ്ടായിരുന്ന സമയത്തായിരുന്നു ഇത് വരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് എത്തുമ്പോൾ ആ എത്തിയതിൻ്റെ പിന്നിൽ ടി കെ രാജീവ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഇത് വായിച്ചു കഴിഞ്ഞിട്ടാണ് സാറ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് എനിക്കിത് കഴിയുമെന്നുള്ളത്. ആദ്യമായിട്ട് ആ ഹോട്ടലിൽ പോയിരിക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് പറയാമോ? ആക്ച്വലി ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അന്ന് സിത്താര മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട് ട്രിവാൻഡ്രത്ത്. അന്ന് ഞാൻ യേശുദാസ് സാറിൻ്റെ സ്കൂളിൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം, സിത്താരയുടെ പ്രോഗ്രാം സമയത്ത് നമ്മുടെ രാജീവ് കുമാർ, ടി കെ രാജീവ് കുമാർ, അദ്ദേഹം മിമിക്രൊക്കെ പറയാൻ വേണ്ടി വരുമായിരുന്നു. ഒരു 2-4 പേരുണ്ട്. അങ്ങനെ എൻ്റെ ഈ കഴിവും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ പലർക്കും അസിസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ രാഘവ് മാഷ്, അങ്ങനെ പല അന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ, അന്നല്ല ഇന്നും വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ അസിസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് രാജീവ് കുമാർ നവോദയയിൽ എന്നെ പറ്റി പറയുകയും ഞാൻ അവിടെ പോവുകയും ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല. ഞാൻ ഈ ഗാനമേളയുടെ ആ മൂഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എടാ നമ്മൾ അവിടെ നവോദയ വരെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദിവസം ഫ്രീ ആണ് ദിവസം വരാമെന്ന് പറഞ്ഞു. കുറച്ച് അന്ന് അങ്ങനെ എനിക്കിതിന് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാജീവ് കുമാർ 2-3 പ്രാവശ്യം അവിടെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ പിന്നെ അവിടെ പോയി. അപ്പോൾ ശേഖറുണ്ട്, പിന്നെ ജിജോ സാറുണ്ട്, ജോസ് മോനുണ്ട്, അപ്പച്ചൻ സാറിൻ്റെ മക്കളാണല്ലോ ഇവരൊക്കെ, പിന്നെ ശേഖർ, അങ്ങനെ ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാനൊരു പാവത്താനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് എനിക്ക് 22-23 വയസ്സുള്ളൂ. അപ്പോൾ ജിജോ സാർ പറഞ്ഞു, ഒരെണ്ണം പിന്നെ ഒരു ലലബി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പിന്നെ അയ്യോ എനിക്കറിയില്ല, ഞാൻ പലർക്കും ഇങ്ങനെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യും, എന്നല്ലാതെ പാട്ടുണ്ടാക്കി പരിചയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ താങ്കൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു AC റൂമൊക്കെ എടുത്ത് വന്ന് അന്ന് ആദ്യമായിട്ട് AC റൂമിൽ കയറുന്നത്, അതിൻ്റെ ഒരു സുഖം കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കമ്പോസിങ് തുടങ്ങി. അപ്പോൾ അമ്മാൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ പോലെ കരുതുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അയാളൊരു ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്ന കക്ഷി. അപ്പോൾ എന്നെ കുറേ ഹിന്ദി പാട്ടുകളൊക്കെ കേൾപ്പിച്ചു, കുറേ കാസറ്റൊക്കെ വാങ്ങിച്ചതൊക്കെ കേൾപ്പിച്ചു. പിന്നെ രാജീവ്കുമാറിൻ്റെ എന്താ പറയുക, ഇത് എങ്ങനെയെങ്കിലും എന്നെ ഇതിനകത്ത് കുത്തിക്കയറ്റണം എന്നുള്ള അവസ്ഥയിലാണ് രാജീവ്കുമാർ. അപ്പോൾ രാജീവ്കുമാറും ഇതുപോലെ പല വെസ്റ്റേൺ പാട്ടുകളും അങ്ങനെയാണ് പല പഴയ പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തന്നു. അതൊക്കെ കേട്ട് പിന്നെ ഞാൻ എങ്ങനെയോ ഉണ്ടാക്കിപ്പോയതാണ് ഈ പാട്ട്, രാരി രാരിരം എന്ന പാട്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു സാറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ രാരി രാര്യത്തിന് മുമ്പ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് രാരി ഉണ്ടാക്കിയത്. അത് അതിന് മുന്നുണ്ടാക്കിയ പാട്ട് പിന്നെ സത്യേട്ടൻ്റെ കുടുംബ പുരാണം എന്ന പടത്തിലേക്ക് ഞാനത് ഉപയോഗിച്ചു. അതിങ്ങനെയാണ്, ആ ട്യൂൺ ഇങ്ങനെയാണ്. താലോലം താനെത്താറാട്ടും പൂങ്കാറ്റും ചായുറങ്ങുമ്പോൾ ട്യൂണാണ്. അപ്പോൾ ഇത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് കുഴപ്പമില്ല, അത് ചെയ്യുന്നുണ്ടുള്ള ഒരവസ്ഥ അവരിലേക്ക് വന്നത്. അതിനുശേഷമാണ് വേറൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ രാരി രാരിരം എന്ന സംഗീത സംവിധാനമാക്കിയ പാട്ട്. രാരി രാരിരം രാരോ പാടി രാക്കിളി പാടി ഭൂമിഴികൾ പൂട്ടിമല്ലേ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ വിണ്ണിൽ വെണ്ടാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തോ രാരി രാരിരം രാരോ. ഈ പാട്ടും സിനിമയുമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല 1 മുതൽ 0 വരെ. അതായത് ആ ഫോൺ കോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന മനസ്സോട് ഇരിക്കുമ്പോൾ ഈ പാട്ടുകളും
ആ ഫോൺ കോളും അവരുടെ വർത്താനവും ആ കുഞ്ഞിൻ്റെ ഒരു മനസ്സോടുകൂടി നമ്മൾ കണ്ടിരുന്നൊരു വിശ്വനാഥ് പലേരിയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഇല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ONV കുറുപ്പ് സാറ് താങ്കളൊരു പുതിയ ആളാണെന്ന് അറിഞ്ഞിട്ടും ഇവരെല്ലാവരും പറഞ്ഞിട്ട് എഴുതാമെന്ന് സമ്മതിക്കുന്നുണ്ട് അതിനകത്തേക്ക്. ആ അസാധ്യമായ വരികളും കിട്ടി എന്നുള്ളത് ഒരു ഭാഗ്യവും കൂടെയാണ്. എനിക്ക് ആ വരികൾ കൊണ്ടാണ് ഈ പാട്ട് രക്ഷപ്പെട്ടത്. ഇപ്പം വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഫേമസ് ആവില്ല. അത് ആ പടത്തിൽ ആ സിറ്റുവേഷനായിട്ട് ഭയങ്കര ആപ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ONV സാറും ഇരുന്നു, ഞാൻ ട്യൂൺ പറഞ്ഞെടുത്തു, അദ്ദേഹം അത് എഴുതി, മോനെ ഇതൊന്നും പാടിവെക്കുക, ചില കല്ലുകടികളൊക്കെ വരുമ്പം സാർ ഇതൊന്നും അങ്ങനെ പറയാൻ പേടിയുണ്ട്, എങ്കിലും ഇതൊന്നും അത്ര ശരിയാവാത്ത പോലെ പാടുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെയാണ്. ആണോ, ഏത് വാക്കാ, ഇന്ന വാക്ക്, ഇപ്പം എങ്ങനെയുണ്ട്, അപ്പോൾ ഓക്കെയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു അനിയനെ പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയിരുന്നത്. ഭയങ്കര വാത്സല്യത്തോടു കൂടിയായിരുന്നു പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടും വളരെ നന്നായത്. പിന്നീട് ഒരുപാട് പാട്ടുകൾ, നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്നുള്ള പാട്ട് ഉൾപ്പെടെയുള്ളതാണ്. നീൾമിഴി എന്നാണ് സാർ എഴുതിയത്, പക്ഷേ അത് പാടിയപ്പോൾ നീർമിഴി എന്നായി പോവുകയാണുണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ ONV കുറുപ്പ് സാർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീൾമിഴിയായിരുന്നു, അതായത് നീളമുള്ള മിഴിയോട് കൂടിയവൾ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയത്, പക്ഷേ അത് നീർമിഴി എന്നാണ് ദാസാർ പാടിയതെന്നുള്ളത്. ആ കാലഘട്ടത്തിൽ ആ സമയത്ത് സ്റ്റുഡിയോയിൽ ശരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, പറ്റിപ്പോയത് ONV സാറ് എഴുതിയ വരികൾ, പിന്നെ അത് വെച്ച് ദാസാറിന് പാട്ട് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഹാർമോണിയം വെച്ച് ദാസാർ പാട്ടൊക്കെ പഠിച്ച്, അപ്പോൾ പോണ സമയത്ത് ലിറിക്കും കൂടെ അദ്ദേഹം കൊണ്ടുപോയി. എൻ്റെ അടുത്ത് പാടിക്കുന്ന സമയത്ത് ലിറിക്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ദാസാറിൻ്റെ ബൂത്തിലായിരുന്നത്. അത് പാടി വന്നപ്പോൾ എന്നുള്ളത് നീറായിപ്പോയി. അപ്പോഴേക്കും ONV സാറ് ടേക്ക് സമയത്ത് ONV സാർ ഉണ്ടായിരുന്നില്ല. പിന്നെ പാട്ട് കഴിഞ്ഞ് കേൾക്കുന്ന സമയത്ത് ദാസാർ പിന്നെ സ്റ്റുഡിയോ തരങ്കണി സ്റ്റുഡിയോയിലോട്ട്, വേണ്ടത്തുള്ള തരങ്കണി സ്റ്റുഡിയോയിലായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ONV സാർ വന്നപ്പോൾ പുള്ളിക്ക് ആദ്യം ഒരു വല്ലാത്തുള്ള അവസ്ഥ തോന്നി. പിന്നെ ലെനിൻ ചേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അദ്ദേഹം പാടിയ സുഖത്തിൽ നമ്മളങ്ങനെ ഇരുന്ന് പോയി, വേറെ ഏതോ ലോകത്ത് പോയി. അങ്ങനെ അയ്യോ മോനെ നീൾമിഴിപ്പീലി എന്നായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട്, ഇനി അത് മാറ്റിയാൽ ചിലപ്പോൾ ഈ ഫീല് എന്തെങ്കിലും കാരണവശാൽ വേറൊരു മൂടായി പോയിട്ടോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളത് മിണ്ടിയില്ല. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടുപ്പുകൾ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ സാധനം വരും. അതെ കിടിലാണ് സാറേ. അതിൻ്റെ ഇടയ്ക്കുള്ള വരികളൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അലിഞ്ഞിരുന്നു പോകും. ഈ കാലഘട്ടത്തിലും ഈ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാറിൻ്റെ പാട്ടുകളിൽ പല ടൈപ്പ് ഓഫ് പാട്ടുകളുണ്ട്. ബഹളം ഉണ്ടാക്കുന്ന പാട്ടുകളുണ്ട്, ബഹളം ഇല്ലാത്ത മെലഡികളുണ്ട്, അത്രയും ശക്തമായിട്ട് വരിയെ തന്നെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന പാട്ടുകളുണ്ട്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന പാട്ടുകളിലൊന്നാണ്. ഒരുപക്ഷെ രാരീരാരീരത്തെക്കാളും കൂടുതൽ ഈ നീൾമിഴിപ്പീലി നിലനിൽക്കുമെന്നാണ് കരുതുന്നത്. സാർ അതിൻ്റെ ഇടയ്ക്കുള്ളത് ഓർമ്മയുണ്ടോ സാറിനിപ്പോൾ? ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു അത് ആക്ച്വലി നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് ആ മൂഡിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. ആ ഒന്നും ഉണ്ടായിരുന്നില്ല എഴുതുമ്പോൾ. അപ്പം ഞാൻ അത് പാടി കമ്പോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ വന്ന സാധനം ആ മൂഡിനനുസരിച്ച് അത്. പക്ഷെ അതാണ് അതിനകത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ആ പാട്ടിന് കൂടുതലും ഭംഗി കൊടുത്തത്. നീൾമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണുനി തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഉറഞ്ഞനെ പോ വെറും മഞ്ഞനെ പോ. അങ്ങനെ എങ്ങനെയൊക്കെയോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അത് ഗായകരെ പഠിപ്പിച്ച് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ അത് മറക്കും. പിന്നെ നമ്മൾ അടുത്ത പടത്തിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇത് തലയിൽ വെച്ചാൽ കുഴപ്പമാകും. അപ്പോൾ അത് വീണ്ടും ഫ്രഷ് ആയിട്ട് അടുത്ത പാട്ട് കമ്പോസ് ചെയ്യും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഞാൻ പറഞ്ഞുതരാം, ഒരു കുറേ വർഷങ്ങളോളം 5-6 സിനിമകളുടെ പാട്ടുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുത്തിൽ റെക്കോർഡ് ചെയ്യുന്നു, ഒരുത്തിൽ വോയിസ് മിക്സ് ചെയ്യുന്നു, ഒരുത്തിൽ ലിറിക്സ് അടുത്ത പടത്തിന് ലിറിക്സ് എഴുതാൻ വന്നിട്ടുണ്ട്, ചിലർ കീബോർഡ് പ്രോഗ്രാമിങ് വന്നു. അങ്ങനെ എല്ലാം തിരക്കായിരുന്നു. 48 മണിക്കൂർ ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്.
അതിനിടയ്ക്ക് പിന്നെ ദാസറിന് ഒരു പാട്ടുണ്ട് നമ്മുടെ വിനയേട്ടൻ്റെ പടത്തിൽ, എന്താ ആലിലക്കണ്ണ നിൻ്റെ മുരളികൾ കേൾക്കുന്ന ആ പാട്ട്. അത് റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു. ദാസറിനെ കൊണ്ട് പാടാൻ ഞാൻ മദ്രാസിൽ കൊണ്ട് പോയി. ദാസറിന് പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ബൂത്തിനകത്ത് കയറി ഹെഡ്ഫോണൊക്കെ വെച്ചു. അപ്പം ഞാൻ ഓടി ഇരുന്നു. പതിയെ എൻ്റെ നാക്കെല്ലാം കുഴഞ്ഞു തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളി 2 വരി പാടിയപ്പോൾ പെട്ടെന്ന് പുള്ളി, അപ്പോൾ എഞ്ചിനീയർ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഹെഡ്ഫോണൊക്കെ മാറ്റി ചെന്താ മോനെ അപ്പം എനിക്ക് പിന്നെ ബോധം ഇതായി കിടന്നു പോയി. അങ്ങനെ ദാസർ ഡോക്ടർക്ക് വിളിച്ചു കൊണ്ടുവന്ന് നോക്കുമ്പോൾ ക്ഷീണം കൊണ്ട് ഇത്രയും ദിവസങ്ങളോളം ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ പാട്ടിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ പാട്ടുകളിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ താരാട്ട് പാട്ടുകളിൽ പിന്നെ ഉണ്ണി വാവാവോ ആണ്, കൈതപ്ര സാറുമായിട്ടാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഹിറ്റുകളും കൂടുതൽ യൂസഫ് അലി കേച്ചേരിയെക്കാളും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും കൈതപ്രം സാറുമായിട്ടാണ്. കൈതപ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഭാവം മാറ്റി ചെയ്ത പാട്ടുകൾ. ഇപ്പോൾ എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി എന്ന് പറയുന്നത് അന്നത്തെ ഒരു ടോപ്പ് ഹിറ്റ് പാട്ടാണ്. അതെ അതെ അതെ. പക്ഷെ അപ്പോഴും വേറൊരു ട്രെൻഡും കൂടെ കൊണ്ടുവന്നു. ഈ അതിൽ തന്നെയുള്ള കമൽ സാറിന്റെ നമ്മളിൽ തന്നെയുള്ള ഒരു സാധനമാണ് സുഖമാണി നിലാവ്. അതൊരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഇന്ന് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഈ സുഖമാണി നിലാവിന്റെ സ്റ്റൈലാണ്. അതിനെ കുറച്ചുകൂടെ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തുടക്കമിടുന്നവരിൽ ഒരാളായിരുന്നു സാറ്. കൈതപ്രത്തിന്റെ ഒരു സാമീപ്യം, ഇല്ലെങ്കിൽ കൈതപ്രവും യൂസഫ് അലി കേച്ചേരിയും ഒഴിച്ചു നിർത്തിയിട്ട് ഒരു മോഹൻ സിത്താര ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒന്നുകിൽ അതിൽ യൂസഫ് അലി കേച്ചേരി കേൾക്കും, നമ്മൾ ആകാശവാണി കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിനകത്തൊരു കൈതപ്രം ഉണ്ടാവും. കൈതപ്ര സാറിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ ഞാനും കൈതപ്രം ആയിട്ടുള്ള ബന്ധം, ഞങ്ങളൊക്കെ ഞാൻ തരങ്കണി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൈതപ്രം ട്രിവാൻഡ്രത്ത് എടപ്പഴഞ്ഞി എന്ന സ്ഥലത്ത് പൂജാരിയാണ്. അങ്ങനെ ഞാൻ മലയ്ക്ക് പോകുമ്പോഴൊക്കെ ഇദ്ദേഹമാണ് എനിക്ക് കെട്ടി നിറച്ച് തരാറ്. പിന്നെ റേഡിയോ സ്റ്റേഷനിൽ ചിത്ര, MG ശ്രീകുമാർ, കൈതപ്രം കോർസ് പാടുന്ന ആളാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ നമ്മുടെ ശ്രീനിവാസൻ, ആരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വയലിൻ വായിക്കാൻ പോകും. അപ്പോൾ രാധാകൃഷ്ണനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഉദയഭാനുചേട്ടനുണ്ടല്ലോ പഴയ ഗായകൻ, അദ്ദേഹം അവരൊക്കെ അവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ പാട്ടുകളും ഞാനാണ് ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അങ്ങനെയാണ് ആക്ച്വലി ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് കൈതപ്രം കോർസ് പാടാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ രാധാകൃഷ്ണനായിട്ട് മുന്നേ ഏതെങ്കിലും വരി, പക്ഷെ അത് ശരിയാവണില്ല. അങ്ങനെ ഒരു ഉണ്ടായതാ കൈതപ്രം, പിന്നെ കൈതപ്രത്തിനോട് രാധാകൃഷ്ണനായിട്ട് നീ ഒരു പാട്ട് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ കയ്യിൽ അന്ന് വല്ലപ്പോഴും സിഗരറ്റ് വയ്ക്കുക. അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു 4 വരി എത്ര വരി ഒരു പാട്ടിൽ ഫുള്ളായിട്ട് എഴുതി അപ്പം തന്നെ രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത്. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞാനും കൈതപ്രം കൂടിയുള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും പെറ്റാണ്. ആ പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? സിഗരറ്റിന്റെ പാക്കറ്റിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ കേട്ട ഒരു 10-18 അല്ലെങ്കിൽ 19 വയസ്സുള്ള കാലഘട്ടത്താണ്. അത് എനിക്ക് പാട്ട് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഞാൻ കുടുംബ പുരാണം എന്ന് പറഞ്ഞ നമ്മുടെ സത്യേട്ടൻ്റെ പടത്തിൻ്റെ കമ്പോസിന് വേണ്ടി മദ്രാസിൽ പോയി. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞു നമ്മുടെ ലിറിക്സ് എഴുതുന്നത് കൈതപ്രാണെന്ന് പറഞ്ഞു. അപ്പം കൈതപ്രം എന്നുള്ള വാക്ക് ഞാൻ അദ്ദേഹത്തിനോട് പറയാറില്ല, അല്ല നിങ്ങൾ വിളിക്കാറില്ല, തിരുമേനി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയത്തൂല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു തോളിൽ സഞ്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തല കുരുക്കിക്കൊണ്ട് വരുന്നത്. അപ്പോഴും ഇദ്ദേഹമാണ് ഈ കൈതപ്രം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് കെട്ടിപ്പിടിച്ച് പിന്നെ നമ്മൾ ഈ 2 പാട്ടുണ്ടായിരുന്നു അതിനകത്ത്, 2 പാട്ടും കമ്പോസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൈതപ്രത്തിന് ഞാനൊരു ട്യൂൺ പറഞ്ഞു, ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഡയറക്റ്റ് അവിടെ നിന്ന് പോകില്ല. അപ്പോൾ ഞാനും കൈതപ്രത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു ട്യൂൺ ഉണ്ടാക്കും, അദ്ദേഹം എഴുതി വെക്കും. അപ്പോൾ അത്രയും ശരിയല്ലെങ്കിൽ കൈതപ്രത്തിനോട് പറയും, തിരുമേനി ഒരു എഴുതാൻ പറയും, ഒരു പാട്ട് എഴുതാൻ പറയും. അങ്ങനെ പുള്ളി അത് എഴുതും, അതും കമ്പോസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പരസ്പരം കൊടുത്തും വാങ്ങിയാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് കാരണം തന്നെയാണ് ആ പാട്ടുകളൊക്കെ ഭയങ്കര ഒരു ലൈഫ് ഉണ്ടായിരുന്നത്. ചില പാട്ടുകൾ ഞാൻ ഓർത്തു പറയാം. ഏറ്റവും രസമായിട്ടുള്ളത് ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഭക്തനല്ല, പക്ഷേ ഒരു ഭക്തി എന്താണെന്നും അതിൻ്റെ ഒരു ലഹരിയും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ അലിഞ്ഞിരിക്കില്ലേ,
ആ സാധനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ എനിക്കിഷ്ടമുള്ളതാണ് സ്വരകന്യകമാർ വീണ മീട്ടുക എന്ന് പറയുന്ന പാട്ടില്ലേ, അതും ഇതുപോലെ നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത, അതിനോടൊപ്പം വെക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. അതേപോലെ എനിക്ക് ഫാസ്റ്റ് നമ്പറുകൾ ഇഷ്ടമാണ്. ഈ കുക്കു കുക്കു കുയിലേ എൻ്റെ കൈ നോക്കുമോ, ആ സാധനം ഇല്ലേ, അത് വേറെ സാധനമാണ്. അതേപോലെ ഈ ശിവദം കമ്പോസിങ്, അതിൻ്റെ കമ്പോസിങ് ബാംഗ്ലൂരായിരുന്നു. ദിനേഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അപ്പോൾ ഞാനും കൈതപ്പുറം കൂടെ ബാംഗ്ലൂർ പോയി കമ്പോസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഈ ദിനേഷ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഭയങ്കര സെൻസാണ്. എനിക്ക് എന്താ വേണ്ടതെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം ഞാൻ ഒരു ട്യൂണിട്ട്, അതും കുഴപ്പമില്ല, അതിന് ആപ്റ്റാണ്. അപ്പം ഞാൻ വെറുതെ ദരദം ദരദാദിൻ ദരദാദിര അങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ വെറുതെ മൂളി, അയ്യോ മോഹൻ ഇതൊക്കെയാണോടാ, അങ്ങനെ ഞാൻ ട്യൂണുണ്ടാക്കി. അപ്പോൾ കൈതപ്പുറം തൊട്ടടുത്തുണ്ട്, കൈതപ്പുറത്ത് നല്ല സൂചിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണു. അങ്ങനെ 4 വരി ഉണ്ടാക്കി. അങ്ങനെ കൈതപ്പുറം ഒരു ആദ്യം ലിറിക്സ് വന്നു എഴുതി. പക്ഷെ അത് ഈ ദരദം ദം ദരദാദിരേ അതിൻ്റെ പഞ്ച് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സാൻസ്ക്രിറ്റ് പോലത്തെ ഒരു മൂടുള്ള ലിറിക്കാണ് വെച്ചാൽ ഇത് ഭയങ്കര എടുപ്പായിരിക്കുന്നു. അങ്ങനെ പുള്ളി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ശിവദം ശിവനാമം അതെങ്ങനെയുണ്ട്, ഇതാ വേണ്ടത്, അങ്ങനെ അത് ഫിക്സ് ചെയ്തതാണ്. അത് അതിമനോഹരമായി തിരുമേനി എഴുതി. കാരണം ആ പാട്ടിനെ ഈ പറഞ്ഞതുപോലെ ആ ലിറിക്ക് കൊണ്ടാണ് അത്രയും ഗംഭീരമായത്. അത് ദാസർ കലക്കിപ്പടി. അതിൻ്റെ ഒരു ഞാൻ പറയാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ല. ഇത് MG ശ്രീകുമാറിനെ കൊണ്ടാണ് അത് പാടിച്ചത്, ആദ്യം പാടിച്ചത്. ശ്രീകുട്ടി അതിമനോഹരമായി പാടി. അപ്പം അതിൽ മുന്നേ ദാസറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മോനെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഞാൻ ഭയങ്കര തിരക്കാണ്, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് പാടാന്ന് പറഞ്ഞു. ഇത് ദിനേഷിനാണ് വെച്ചാൽ പിന്നെ ഷൂട്ടിന് ടൈമായി. അപ്പോൾ ലിപ്പുള്ളത് കൊണ്ട് ഇതെങ്ങനെയും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശ്രീകുട്ടനെ കൊണ്ട് പാടിപ്പിച്ചത്. നോക്കുമ്പോൾ ശ്രീകുട്ടനെ കൊണ്ട് പാടിച്ച് ഞാൻ പുറത്തോട്ട് വരുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ എടാ ഞാനാ ഇന്നിപ്പോൾ പാടാൻ നീ ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ ആക്കൊരു എന്താ ചെയ്യണമെന്നൊരു പിടി ഉണ്ടായില്ല. പിന്നെ ഞാൻ വീണ്ടും ശ്രീകുട്ടൻ്റെ ട്രാക്ക് മാറ്റി ഞാൻ ട്രാക്ക് പാടി. പിന്നെ അത് ദാസർ അത് കേട്ടാണ് പാടിയത്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശ്രീകുട്ടനും അറിയാതെ. അതെ അതെ. അതില് നല്ലൊരു വരിയുണ്ട്, സഫലമീ ജീവിതം പ്രേമപൂർവം. ഭയങ്കര രസമാണ് കേട്ടോ. ഇതേപോലെ അല്ല സാറിന് അറിയാമല്ലോ. പക്ഷെ നമ്മള് ബാത്റൂം സിംഗേഴ്സ് ഇങ്ങനെയാണ് അനുകരിക്കാൻ പറ്റുക. പക്ഷെ നമുക്ക് അനുകരിക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ്. എന്നിട്ട് പാർവതി ലോലമാം കരുണയാലേ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര, നമ്മൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അലിഞ്ഞിരുന്ന് കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്. ഇതല്ലാത്ത വേറൊരു മൂഡിലൊരു പാട്ടാണ്, തങ്ക മനസ്സിൻ പീലിക്കടവിലെ താമരപ്പെൺ പൂവേ. അറിയാതെ ആ കാലഘട്ടം ഇല്ലേ, നിങ്ങളുടെ കോമ്പോടെ കാലഘട്ടം, നമ്മൾ ഈ പാട്ടുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ആ കാലഘട്ടത്തിലാണ് ഈ പാട്ട് വരുന്നത്. അതില് നമ്മളിങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന പാട്ടുകൾ നിങ്ങൾ തന്നിട്ടുണ്ട്. സുരേഷ് ഗോപി പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മ. അതെ അതെ അതെ. പിന്നെ ഇഷ്ടത്തിലെ പാട്ടുണ്ടല്ലോ, കണ്ടു കണ്ടു കണ്ടില്ല, ഹിറ്റായിരുന്നു അന്നത്തെ. അതിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. ആ ഇഷ്ടം സിനിമ ചെയ്യുന്ന സമയമൊക്കെ ഓർമ്മയുണ്ടോ? അത് നമ്മുടെ തൃശ്ശൂരിലെ ചേതന സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അത് പിന്നെ നമ്മുടെ ഡേവിഡ് കാച്ചുപുള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അത് പിന്നെ സിബിയാണ്. അപ്പോൾ സിബിയുടെ ഏതൊക്കെ കുറേ പാട്ടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വീണമീട്ട് ആ പാട്ട് ആക്ച്വലി സബ്ജക്റ്റൊന്നും അറിയില്ലല്ലോ അല്ലേ. ആ പാട്ട് ഹിസ് അബ്ദുള്ള എന്ന് പറഞ്ഞ പടം ഞാൻ റീറെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് മോഹൻലാലിൻ്റെ അമ്മയായിട്ടാണ് നമ്മുടെ കവിർ പനമ്മ. അപ്പോൾ ഈ മകനെ കാണുമ്പോൾ അമ്മയുടെ ഒരു വാത്സല്യത്തിൻ്റെ ഒരു തീം മ്യൂസിക് ഞാൻ കൊടുത്തിരുന്നു. അവർ 2 പേര് സംസാരിക്കുമ്പോഴും വടക്ക് കൂടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെ ഈ മ്യൂസിക്കാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ സാന്ത്വനം എന്ന പടത്തിന് കമ്പോസിങ് ടൈമിൽ എന്നോട് പറഞ്ഞു, മോഹൻ നമ്മുടെ ഹിസൈന സുബ്ദുള്ളിലെ തീം ഓർമ്മയുണ്ടോ ചോദിച്ചു. അങ്ങനെ ചെകഞ്ഞെടുത്ത ട്യൂണാണ് പിന്നെ അത് പാട്ടായി മാറിയത്. അത് ചിത്രം മനോഹരമായി പാടും ചെയ്തു. സിറ്റുവേഷനൊക്കെ എന്തൊരു ആപ്റ്റാന്ന് അറിയുന്നത്. ഇഷ്ടത്തിലെ പാട്ട് കണ്ടു കണ്ടു കണ്ടില്ല. അപ്പോൾ എന്നോട് സിബി പറഞ്ഞു, മോഹൻ വളരെ സിമ്പിളായിരുന്നു. പാട്ടും അതേപോലെ ഹിറ്റായിരുന്നു. കാണുമ്പോ പറയാമോ കരളിലെ അനുരാഗം എന്ന് പറയുന്ന പാട്ടും ഹിറ്റായിരുന്നു. ഇത് പറയൂ. സിബി പറഞ്ഞു, മോഹൻ
വളരെ സിമ്പിളായിരിക്കണം, കൊച്ചു കുട്ടികൾക്ക് പോലും പാടാൻ പറ്റുന്ന കാക്കേ കാക്കേ കൂടെ ഇവിടെ അതുപോലത്തെ ഒരു പാട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തട്ട 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 അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ അത് എന്തോ ഹിറ്റായി മാറിയത്. ഈ സ്വരകന്യകമാരുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന വേറൊരു പാട്ടുണ്ട്, അത് എനിക്ക് തോന്നുന്നു ബിച്ചു തിരുമലയാണെന്ന് തോന്നുന്നു. സ്വരജതി പാടും പൈങ്കിളി ഒരു, അത് നല്ല രസമുള്ള അതെ 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 സാധനമായിരുന്നു. അതെ. ബിച്ചേട്ടനും ഞാനും കൂടെ രണ്ടാമത്തെ സിനിമ എങ്ങോട്ടാണെന്ന് തോന്നുന്നത്. പാവം ബിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ട്, രാജസേനൻ്റെ ആണോ ആരുടെ ഒരു പടത്തിന് വേണ്ടി ഞാനും ബിച്ചേട്ടനും കൂടെ കോവളത്ത് ഒരു റൂമിൽ നിന്ന് കമ്പോസ് ചെയ്യണം. അപ്പോൾ രാത്രിയായി, ഞങ്ങൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും കിടന്നു, അദ്ദേഹം കിടന്നു, ഞങ്ങളൊരു കട്ടിൻ്റെ കിടന്ന്. ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ ബിച്ചേട്ടനെ കാണാനില്ല. എനിക്ക് ടെൻഷൻ ആയി തുടങ്ങി. പുറത്തൊക്കെ കറങ്ങി നിർത്തുന്നു, അവിടെ നിന്നിട്ട് രാത്രിയാണ്. ഒരു 1-2 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ ബാത്റൂം ഇങ്ങനെ തുറന്നപ്പോഴാണ് പുള്ളി അവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. എന്തോ പുള്ളി പറഞ്ഞ പോലെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറന്നു പോകും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം. ഈ സ്വരജതി ഓർമ്മയുണ്ടോ കമ്പോസ് ചെയ്ത് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ? എനിക്ക് അത്ര കൊണ്ട് ഓർമ്മയില്ലട്ടാ. സ്വരജതി പാടും പൈങ്കിളേ ഒരു സ്വരക്കൂട്ടിനുള്ളിൽ തരരാ തിരുവിതാംകൂറിൽ ഒന്ന് തര തര ദേര ദേര, അങ്ങനെ എന്തൊക്കെയോ പോണൊരു പാട്ടാണ്. എനിക്ക് അത്ര ഓർമ്മയില്ല. യൂസഫ് അലി കേച്ചേരി സാറുമായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം ആലിലക്കണ്ണായൊക്കെ ഒരുപാട് ഹിറ്റാണ്. പക്ഷേ എനിക്ക് ഈ ദീപസ്തംഭ മഹാചര്യം ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ കാസറ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ സൗണ്ടിങ് ഭയങ്കര രസമായിരുന്നു. അതിൽ ആ മ്യൂസിക് വരുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ബീറ്റ് അടിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതിൽ എൻ്റെ ഉള്ളൊടുക്കും കുട്ടി മിൻകഴുത്തിൽ മിൻകട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ എന്നുള്ള പാട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും അന്ന് ഹിറ്റായിരുന്നു നിന്റെ കണ്ണിൽ വിരുന്നു വന്നു. സൂപ്പറായിരുന്നു. എൻ്റെ കണ്ണിൽ വിരുന്നു. അത് നമ്മളിങ്ങനെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. ഒരു പക്ഷേ സാറിൻ്റെ സെക്കൻഡ് വരവാണ്. ഇപ്പോൾ 1 മുതൽ 0 വരെ കഴിഞ്ഞിട്ട് രണ്ടാമത് ബ്രേക്ക് കിട്ടുന്നത് ദീപസ്തംഭ മഹാചര്യത്തിലാണ്. ആ പാട്ടുണ്ടല്ലോ, അന്ന് ആ കാലഘട്ടത്തിൽ ആ പടത്തിനെ അത്രയും ലിഫ്റ്റ് ചെയ്തത് ആ പാട്ടുകളായിരുന്നു. തീർച്ചയായിട്ടും ഒന്ന് ഓർക്കാവോ ആ പാട്ടുകൾ? അത് ഈ പാട്ട് ദീപസ്തംഭം മഹാചര്യം എന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്നെ പഠിപ്പിച്ച KG സത്താർ മാഷാണ് എന്നെ ആദ്യമായിട്ടും സംഗീതം പഠിപ്പിച്ചത്. ആ മാഷയുടെ മകനാണ് സലീം സത്താർ. അപ്പോൾ സലീം സത്താറും പിന്നെ അതിൻ്റെ ഡയറക്ടറും മധുരെല്ലാവരും കൂടെ ബോംബെ രവി സാറിനെ ഒരു ബുക്ക് ചെയ്തു, അഡ്വാൻസും കാര്യങ്ങളും കൊടുത്തു. ഇത് മാഷറിഞ്ഞു, എൻ്റെ മാഷറിഞ്ഞു. അങ്ങനെ സലീമിനെ വിളിച്ചിട്ട് വല്ലാണ്ട് വഴക്കുറഞ്ഞു. നമ്മുടെ മോഹങ്ങളെപ്പോൾ നീ എന്തിനാ മറ്റുള്ള ആളുകളെ വിളിക്കുന്നത്, അവനെന്തോ കുഴപ്പമുള്ളത്, അവൻ നന്നായി ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആകെ പ്രശ്നമായി. അങ്ങനെ അവർ എന്നെ വിളിക്കുകയും, അപ്പം ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ അനിൽ ബാബുവിൻ്റെ ഏതൊരു പടത്തിൻ്റെ റീറെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു മദ്രാസിൽ. അങ്ങനെ ഞാൻ അത് റീറെക്കോർഡിങ് കഴിഞ്ഞ് നേരെ തൃശ്ശൂർ ഇറങ്ങി. അങ്ങനെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് എന്നൊക്കെ സലീം പറഞ്ഞു. അതുപോലെ എൻ്റെ ഡയറക്ടറും കൂടെ വന്ന് അങ്ങനെ സംസാരിച്ചു, അങ്ങനെ സിറ്റുവേഷനെല്ലാം പറഞ്ഞു. അങ്ങനെ യൂസഫ് അലി സാറാണ് ഇതിനകത്ത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അപ്പം ഞാനും യൂസഫ് അലി സാറും പണ്ട് എപ്പോഴോ ഒരു പാട്ടിനങ്ങോട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഏതൊന്നും പടമൊന്നും ഇറങ്ങിയിട്ടില്ല, പാട്ടും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഗുരുവായൂർ റൂം എടുക്കുന്നു. ഏതൊക്കെ കുറേ പാട്ടുകളുണ്ട്, എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെയാണ്. ചിത്ര ഒരു പാട്ട് പാടിയിട്ടുണ്ട്, സ്നേഹത്തിൽ അങ്ങനെ എന്തൊരു പാട്ട്. അതൊക്കെ പിന്നെ അതുപോലെ വേറെ നിന്റെ ഉള്ളൊടുക്കും കൊട്ടി, അതെല്ലാം അദ്ദേഹം മുന്നേ എഴുതി കൊണ്ടുവന്നുണ്ടായിരുന്നു ആ പാട്ടുകളൊക്കെ. അങ്ങനെ 4-5 പാട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ KB മധു പറഞ്ഞു, അതിൻ്റെ ഡയറക്ടർ നമ്മുടെ യൂസഫ് സാറിനോട് പറഞ്ഞു, സാറേ നമുക്ക് ഒരെണ്ണം ട്യൂൺ ചെയ്തിട്ട് എഴുതിയാന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ല ട്യൂൺ ചെയ്തിട്ട് എഴുതാൻ. അപ്പോൾ മോനെ നല്ല വരികളല്ലേ ഇത്, അത് ട്യൂൺ ഇട്ടിട്ട് ചെയ്യണോ, ഇത് മതിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, സാർ ഇത്രയും ഞാൻ ലിറിക്ക് എഴുതി ട്യൂൺ ചെയ്തു, ഇതൊന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നീ ഒന്ന് കമ്പോസ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അപ്പോൾ പുള്ളി ഇങ്ങനെ താളം പിടിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്.
അങ്ങനെ ഈ പാട്ട് അദ്ദേഹം ട്യൂൺ ഇട്ടിട്ട് എഴുതിയതാണ് ഈ പാട്ട്. ഒന്ന് ഓർത്ത് ചൊല്ലാവോ സാർ? നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര ബീജികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര ബീജികൾ, താന താന താര ദേ ദേ തന്ന താന താന രേ താര ദേ ദാ ദേ രന്ന. എന്താ പറയാ, എനിക്ക് അന്നത്തെ പാടുമ്പോൾ കണ്ണുന്നൊക്കെ വെള്ളം വരിക. അന്നത്തെ ഒരു കാലഘട്ടമൊക്കെ, കാരണം യൂസഫ് അലി സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ഏതെങ്കിലും ട്യൂൺ തല്ലിപ്പൊളി ട്യൂണാവും, പക്ഷെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ട് രോമങ്ങളൊക്കെ എഴുന്നിട്ട് നോക്കിയേ മോനെ കണ്ടോ എന്താ ട്യൂണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് മാക്സിമം നന്നാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. യൂസഫ് അലി സാറുമായിട്ട് കുറച്ച് ഫോക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൽ കലാഭവൻ മണിക്ക് വേണ്ടിയിട്ട് കരിമാടിക്കുട്ടനിൽ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, അത് യൂസഫ് അലി സാറല്ലേ? അതൊരു രസമുള്ള സാധനം. അതിൽ തന്താന തന്താന അതെങ്ങനെയാണ് അത്? അതായിരിക്കും ഒരു പാട്ടിന്റെ ജന്മത്തിന് പിന്നെ അദ്ദേഹം എഴുതി കൈകൊട്ടു പെണ്ണെ സംഭവം എഴുതിയപ്പോൾ വിനേട്ടൻ്റെ പടമാണ്. അപ്പോൾ വിനേട്ടൻ ഞങ്ങൾ എറണാകുളത്ത് പറഞ്ഞതിൻ്റെ കമ്പോസിങ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകണം സാധനം ഉണ്ടാവണം, അത് ആളുകൾ ശ്രദ്ധിച്ചാൽ അത് ഹിറ്റാവും എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കൊടുങ്ങല്ലൂർ ഭരണിന്റെ മനസ്സിനകത്ത് ചിന്തിച്ചു. അതിനകത്ത് ആളുകൾ ഇങ്ങനെ തന്നാരോ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് എൻ്റെതായ സ്റ്റൈലിൽ ഞാനത് അത് വെച്ചിട്ട് തന്നാരോ എന്താ വാക്ക് ഓർമ്മയില്ല. ആ സമയത്ത് പിള്ളേർക്ക് എന്താ പറഞ്ഞു കൊടുത്തു, അതവർ പാടി. അത് അങ്ങനെ ഉണ്ടാക്കിയ സംഭവമാണ് അത്. നമുക്കത് അതിനൊരു ടച്ച് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഇൻസ്പയർ ചെയ്യുന്നത്. അതെ അതെ അതെ. വാ വാ താമര പെണ്ണെ, അതങ്ങനെ പിന്നെ അങ്ങനെ ഏതൊക്കെ അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല്ലു നീ, അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് നമ്മുടെ ഗായകൻ അഫ്സലാണ് എനിക്ക് അന്ന് റിതം ബോക്സ് ഒക്കെ റെക്കോർഡിങ്ങിന് വായിച്ചിരുന്നത്. അല്ലിയാമ്പൽ പൂവയുടെ പ്രോഗ്രാമിങ് കഴിഞ്ഞ് ഇപ്പോൾ എന്നോട് ആരോ പറഞ്ഞു അഫ്സൽ നന്നായി പാടും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അഫ്സലിനെ കൊണ്ട് ഞാൻ ഒരു പാട്ട് ചുമ്മാ ഒന്ന് കേൾക്കാൻ വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ഏതൊരു പാട്ട് പാടി. അപ്പോൾ എനിക്കൊരു പ്രത്യേക ശബ്ദം, നന്നായി പാടുന്നുണ്ട്, ഓരോ നോട്ട്സുകളും വളരെ വ്യക്തമാണ്, അതുപോലെ വാക്കുകളെല്ലാം പെറുക്കിയെടുക്കാവുന്ന അവസ്ഥയിലാണ് അഫ്സൽ പാടിയത്. അങ്ങനെ ഞാൻ ഷാജി കൈലാസിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വല്യേട്ടൻ. അപ്പോൾ അതിനകത്തൊരു ഒരു നല്ലൊരു പാട്ടുണ്ട്, പക്ഷെ അത് പടത്തിന് വന്നില്ല. അത് അഫ്സലിനെ കൊണ്ട് പാടിപ്പിച്ചു. അങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിൽ അഫ്സൽ പാടുമ്പോൾ പടത്തിൽ അതായിട്ട് കാരണം എനിക്ക് വെള്ളത്തിൽ വിഷമായി. അങ്ങനെ ഞാൻ ഏത് പാട്ടാണ്, എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി എന്ന് പറഞ്ഞ പാട്ട് കമ്പോസ് ചെയ്ത് ഉടനെ ഞാൻ അഫ്സലിനെ വിളിച്ചു. അഫ്സൽ അന്ന് തന്നെ ഒന്നും നടന്നില്ല, വന്നിട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ അഫ്സൽ വന്ന് പാടി കഴിഞ്ഞ് പോണ സമയത്ത് ഫ്രാങ്കോ എന്ന് പറഞ്ഞൊരു ഒരാള്, അവൻ പിന്നെ തിയേറ്റർ സ്റ്റുഡിയോയിൽ ചേതന സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡ്. അപ്പോൾ ചേതന സ്റ്റുഡിയോയിലേക്ക് വന്ന് അവരൊക്കെ ആരോ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, മോനോട്ടാ ഇവൻ നന്നായി പാട്ട് പ്രത്യേക സ്റ്റൈലാന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കൊണ്ട് ഒന്ന് പാടിച്ചു നോക്കി, വെറുതെ മൈക്കിൽ പാടിച്ചു നോക്കി. ഒരു ശബ്ദം വ്യത്യാസമുണ്ട്, പ്രൊനൗൺസേഷന് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവനും പിടിച്ചിരുത്തി രാക്ഷസി പാടിപ്പിച്ചു. അങ്ങനെ ഒരു 2 പേരെ കൊണ്ടും രാക്ഷസി എന്ന പാട്ട് പാടിച്ചത്. അതേ സമയത്താണ് വിധു പ്രതാപും ജോസ്നയും വരുന്നത് സാറിന്റെ പാട്ടുകളിലൂടെ. വിധു പ്രതാപിനെ കൊണ്ട് ജോസിനെ കൊണ്ട് മുമ്പ് പാടിച്ചിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ ഈ സുഖമാണി നിലാവ് എന്ന് പറയുന്ന പാട്ട്, സുഖമാണി രാവ് എന്ന് പറയുന്നതും അത് വേറൊരു സുഖത്തിലാണ് അത് പാടിച്ചിരിക്കുന്നത്. അത് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഉണ്ട്. സാറിന്റെ മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്തത്. ജോസിന് പറഞ്ഞിട്ടുണ്ട് സാറിന്റെ സമാഗമം പരിപാടിയിൽ, സാർ അത് പാടിക്കുന്ന സമയത്ത് ടൈറ്റാനിക്കിലെ പാട്ട് പാടാൻ പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് കമലാണ്. ഏത് പടമായിരുന്നത്? നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ തൃശ്ശൂർ ഒരു ലൂസി എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് കമ്പോസ് ചെയ്ത്. അപ്പോൾ കമലിനോട് പറഞ്ഞു, മോഹൻ ഒരു ആൽബം ടൈപ്പ്, ഇപ്പോഴത്തെ ട്രെൻഡുള്ള ഒരു ടൈപ്പ് നമുക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഏതോ വിനേട്ടൻ്റെ ഏതൊക്കെ പാട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുഴപ്പം എന്താണോ, മിക്സിങ്ങിൽ ഓർക്കസ്ട്രേഷൻ കറക്റ്റാണോ, വാക്കുകൾ വല്ലതും തിരിയാത്തതുണ്ടോ, അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും, വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്യും.
അപ്പോൾ എൻ്റെ മക്കൾ അന്ന് കുഞ്ഞു മക്കളാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിങ്ങനെ എന്തൊക്കെ കുഴപ്പങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ഓഫ് ചെയ്തു, ടൈപ്പ് റെക്കോർഡർ ഓഫ് ചെയ്തു. നോക്കുമ്പോൾ ഞങ്ങൾ 2-4 മക്കളാണ്. അപ്പോൾ അവന്മാർക്ക് ഇട്ടിട്ട് മുക്കാല എന്ന് പറഞ്ഞിട്ട് ഇതാക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, നമ്മുടെ സ്റ്റൈല് മാറ്റില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള അവസ്ഥ എനിക്ക് തോന്നി. ആ സമയത്താണ് കമൽ എന്നെ വിളിക്കുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു ഒരു വെസ്റ്റേൺ ഫീൽഡ് കമ്പോസ് ചെയ്ത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ സുഖമാണീ നിലാവ് എന്തു രസമാണീ സന്ധ്യ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടാക്കിയത്. അത് കമ്പോസ് എല്ലാം കഴിഞ്ഞു, കീബോർഡ് പ്രോഗ്രാമിങ് എല്ലാം കഴിഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ജോത്സന ഏതൊരു പാട്ടിന് കോർസ് പാടാൻ വേണ്ടി വന്നതാണ്. അവളും പിന്നെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മൈക്കിനകത്ത് ചുറ്റുപാടുന്ന് ഓർത്തു. എന്നിട്ട് ഞാൻ അങ്ങനെ കണ്ണടച്ചിരിക്കും. എന്നിട്ട് ഓരോരുത്തരും പാടിക്കും. പക്കയാണ് അതിൻ്റെ ബാലൻസ് എല്ലാം ലെവലെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണ്ണടച്ചിരുന്നപ്പോൾ ഏതൊക്കെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക ശൈലി, നിസ്സാരം 2 നോട്ടുള്ളൂ, അത് ഭയങ്കര എക്സ്പ്രഷനോട് കൂടെ ഒരു വെസ്റ്റേൺ ഫീലോട് കൂടെ അവൾ പാടുകയാണ്. കണ്ണ് തുറന്നൊക്കെപ്പോൾ ഈ കുട്ടി, അന്ന് പേരെന്തൊക്കെ പറഞ്ഞു, എനിക്ക് പേരൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞ പിള്ളേരോട് എല്ലാവരും പോയപ്പോൾ അവളോട് വിളിച്ച് മോളെ ഒരു പാട്ടൊന്ന് ട്രാക്ക് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ സുജാത പാടിയതാണ്, അപ്പോൾ ഫീമെയിൽ ഡ്യൂറ്റാണ്, നിങ്ങൾ ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ തുളസീദാസിൻ്റെ പടമാണ്. പടത്തിൻ്റെ പേരും പാട്ടും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതവൾ നന്നായി പാടി. എന്നിട്ടാണ് ഞാൻ ഈ പാട്ട് എന്താ പറയുക, നമ്മുടെ സുഖമാണി നിലാവ് പാടിച്ചത് അവൾ നന്നായി പാടി. പക്ഷേ ഈ പറഞ്ഞ പോലെ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അത് ആ ഫീൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഒരാഴ്ച ഇട്ടിട്ട് ആ പാട്ടൊന്നുകൂടെ കേട്ടു. എന്നിട്ട് ഞാൻ മോളെ വീണ്ടും വിളിച്ചു, മോളെ വാ ഒന്നുകൂടെ പാടണം, ഒന്നുകൂടെ ഒരു ഫീൽ വരണം എന്ന് പറഞ്ഞു. അവൾ വന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെ പാടി. അപ്പം ഞാൻ പറഞ്ഞു, നീ ടെക്നിക്ക് പാട്ട് പാടാൻ പറഞ്ഞു. അവളത് മനോഹരമായി പാടി. അങ്ങനെ ഇതാണ് എനിക്ക് വേണ്ടത്, ഈ എക്സ്പ്രഷനാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അവൾ അതിമനോഹരമായി പാടി. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ ഈ ശബ്ദത്തിന് മാച്ച് ചെയ്യുന്ന വേറെ ശബ്ദം വേണം. അതിങ്ങനെ അതൊരു സോഫ്റ്റ് ഫീലാണ് വേണ്ടത്. ബേസ് ശബ്ദം പാടില്ല, മൂഡ് മാറിപ്പോകും. അങ്ങനെ അപ്സൻ്റെ ശബ്ദത്തിന് മാച്ചാവില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ വിധുപ്രഭ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട് ചേതന സ്റ്റുഡിയോയിൽ. അപ്പോൾ പെട്ടെന്ന് അവനെ ഓർത്ത് അവനെ വിളിച്ച് അവന് അത് പാടി. അത് പക്ഷെ വളരെ മനോഹരമായി 2 പേരും പാടി. യൂസഫ് അലി സാറിന്റെ വേറൊരു പാട്ട്, വേറൊരു സ്റ്റൈലിലുള്ളത്, പ്രേമമധു തേടും കാർവണ്ട് പോലെ. പ്രേമമധു തേടും കാർവണ്ട് പോലെ ഭയങ്കര രസമാണ്. പാട്ട് ഓർമ്മയില്ല കേട്ടോ, പാട്ട് ഓർമ്മയില്ല. അത് ഓർമ്മയുണ്ട്, പക്ഷെ അത് എത്ര എന്താക്കിയാണ് എനിക്ക് എത്ര കണ്ടോ. പ്രേമമധു പാടി എനിക്ക് ഓർമ്മയില്ല. ദീപസ്തംഭത്തിനകത്ത് സിന്ദൂര സന്ധ്യയെ പറയൂ നീ പകലിനെ കൈവിടിഞ്ഞോ എന്ന പാട്ടുണ്ട്. അതൊരു രസമുള്ള പാട്ടാണ്. അത് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. നമ്മളെ ഏത് പാടായിരുന്നത്? സിന്ദൂര സന്ധ്യ പറയൂ ദീപസ്തംഭം. ഓക്കെ. അത് പിന്നെ നമ്മളൊരു പഴമ ഫീലും വേണം. അതായത് ആ ക്യാരക്ടേഴ്സിനൊക്കെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുള്ളത്. അങ്ങനെ അത് ഇവിടെ യൂസഫ് സാറ് എഴുതി അങ്ങനെ കമ്പോസ് ചെയ്ത് എങ്ങനെയൊക്കെ വന്ന പാട്ടുകളാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ന ടൈപ്പ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ഞാൻ പാട്ടുകളൊന്നും കേൾക്കില്ല. എനിക്ക് ആ സമയത്ത് വരുള്ളൂ കമ്പോസ് ചെയ്യുന്ന സമയത്ത്. അതിന് മുന്നേ ചിന്തിച്ചൊക്കെ കൊളായി പോകും. ഇപ്പം നിങ്ങളൊരു സിറ്റുവേഷൻ പറയണു, അപ്പം തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം വെസ്റ്റേൺ ആണെച്ചാലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാട്ടിക് ആണെങ്കിലും എന്ത് ടൈപ്പും എനിക്ക് ആ സമയത്ത് വരും. അത് ഞാനല്ല ചെയ്യുന്നത്, അത് ദൈവനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാനത് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ദേവരാജ മാഷ് പാട്ട് ചെയ്താൽ അത് മാഷ പാട്ടുകൾ പെട്ടെന്ന് അറിയാം നമുക്ക്. ദക്ഷിണമൂർത്തിയുടെ പാട്ടുകൾ പെട്ടെന്ന് അറിയാം, ബാബുരാജ് മാഷയുടെ പാട്ടുകൾ പെട്ടെന്ന് അറിയാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ഓരോ സ്റ്റൈൽ തന്നെ പിടിക്കാൻ പറ്റുന്നില്ല. പല സ്റ്റൈലുകളും വന്നുകൊണ്ടിരിക്കും. അതെൻ്റെ ഒരു കുഴപ്പം. ഇപ്പോൾ കറുപ്പിനഴക് അതല്ലല്ലോ, എനിക്ക് അവാർഡ് കിട്ടിയൊരു പാട്ടുണ്ട്, തെക്കിനി കോലായ തരത്തെ ധാരണ അതല്ലേ കറുപ്പിനഴക്. സൂഫി പറഞ്ഞത്. അങ്ങനെ പല സ്റ്റൈലിൽ ഞാൻ ചെയ്തു പോകും. അതാണ് എൻ്റെ ഒരു പ്രസിദ്ധം.
അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ കൈകൊട്ടു പെണ്ണെ പോലെ തന്നെ ആ ആ സ്റ്റൈലിൽ കുറച്ച് പാട്ടുകൾ സാറിൻ്റെ ഉണ്ട്. പിന്നെ ഉള്ളത് ജോക്കറിൽ ഉം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി, ജോക്കറിൽ കുറെ അതെ പാട്ടുകളുണ്ട്. അതെ അതെ പക്ഷെ ആ ആ- ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ആ സാധനമൊക്കെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ടാ 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 ഒരു സാധനം വരുന്നത്. സാക്സിന്റെ ഒരു ബിറ്റ് ഉണ്ട്. അത് ആക്ച്വലി പാട്ട് കമ്പോസ് ചെയ്യണമെങ്കിൽ മുന്നേ കുന്നംകുളത്ത് ഒരു സർക്കസ് ഉണ്ട്. ഉം, സർക്കസ് അന്ന് നടന്നിരുന്നു. ഉം, അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ പാട്ടിൻ്റെ അല്ല ഈ പടത്തിൻ്റെ പാട്ട് കമ്പോസ് ചെയ്യണമെങ്കിൽ മുന്നേ പോയി സർക്കസ് പോയി കണ്ടു. ഉം. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഇൻസ്ട്രുമെന്റ്, എങ്ങനെയൊക്കെയാണ് അവർ കളിക്കണതൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാട്ട് ഞാൻ കമ്പോസ് ചെയ്തത്. എൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ഞാൻ അങ്ങനെ ചെയ്തത്. ഈ താരാട്ട് പാട്ട് ചെയ്തതുപോലെ തന്നെ നമ്മളില് എന്നമ്മേ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിപ്പൂ എന്ന് പറയുന്ന ഒരു പാട്ട് കൂടെ ഉണ്ട്. അതും ഒരു താരാട്ട് പാട്ടിന്റെ ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു. അതെ. അതേപോലെ ശോകഗാനങ്ങൾ അല്ലെങ്കിൽ നമ്മള് പാത്തോസ് ശരിക്കും സാറിന്റെ ഭാഗത്തു നിന്ന് ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പൊ യൂസഫ് അലി സാറിന്റെ തന്നെ ദൈവം തന്ന നിധിയല്ലേ നീ ജീവരാഗ മധുവല്ലേ എന്ന് പറയുന്നത്, അതിൽ ദാസാറിന്റെ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് സൂപ്പറായിട്ടാണ്. അതായത് നമുക്ക് എന്താണ്, അതായത് രവീന്ദ്ര മാഷ് ഉപയോഗിച്ച ഒരു വഴിയുണ്ട്, അതിനേക്കാളും താഴത്തെ പിടിച്ചിട്ട് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് പെറുക്കി പെറുക്കി വെച്ചേക്കിയ വരി വാക്കുകൾ അത്രയും കറക്റ്റായിട്ട് അറിയാനും പറ്റും. പക്ഷെ ആ പാട്ടിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. ആ പാട്ട് ഓർക്കുന്നുണ്ടോ? ദൈവം തന്ന എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഈ ദാസറിനെ പറ്റി പറയുമ്പോഴാണ്, കാരണം എൻ്റെ ലൈഫിൽ ഇതുപോലൊരു ഗായകൻ ഉണ്ടായിട്ടില്ല. ഏത് റേഞ്ച് കൊടുത്താലും പുല്ല് പോലെ പാടി, എന്തുള്ള സംഗതി കൊടുത്താലും അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കണതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹം പാടുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ കൊടുത്താൽ അത് പുള്ളി എങ്ങനെ നന്നാക്കാം, അത് ഏതേതോ വാക്കുകളൊക്കെ കൂടെ നന്നാക്കാം എന്നൊക്കെ അത് ഒറ്റയ്ക്കിരുന്ന് ഇതാക്കിയിട്ടാണ് അദ്ദേഹം പാടാറ്. പല സിംഗേഴ്സും അങ്ങനെയില്ല. ചുമ്മാ ഒന്ന് പഠിച്ച് ഒരു വരി പഠിക്കും. ഇപ്പോഴത്തെ കാലത്തിട്ടോ ഒരു വരി പഠിക്കും, അത് പാടും. പിന്നെ അടുത്ത വരി പഠിക്കും, അത് പാടും. ഒരു എന്താ പറയുക, ആ ഒരു ഫീല് കിട്ടില്ല ഒരിക്കലും. അവർക്ക് അതിനോടുള്ള എന്താ പറയുക, അവർക്ക് ഗാനമേള ഇതിൻ്റെ ആ മൂഡിലേക്കാണ്. പിന്നെ പിള്ളേരല്ല, കുറച്ച് ഉള്ള ആളുകളും പഠിക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല. ചില സംഗതികളൊക്കെ പറ്റാത്തതുണ്ടെങ്കിൽ അത് അവർ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ മാറ്റേണ്ടി വരും. അങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ ദാസാറിൻ്റെ വെച്ചാൽ പറഞ്ഞു തന്നത് ദാസാർ അതല്ല. ഞാൻ 81ാമത്തെ വയസ്സിൽ ഒരു പക്ക കർണാട്ടിക് ഇതിലുള്ള ഞാൻ ഒരു പാട്ട് ദാസാറിന് കമ്പോസ് ചെയ്ത് കൊടുത്തു. പുള്ളി എന്ത് മനോഹരമായിട്ടാണ് പാടിയത്. പടത്തിൻ്റെ പേര് ഇപ്പോഴും ഞാൻ ഓർമ്മ വരുന്നില്ല. അത് ഭയങ്കര ഹൈ, അതേപോലെ തന്നെ ഏറ്റവും താഴെ. ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ പാടാൻ ആർക്കും പറ്റില്ല. അതുപോലെ അപ്പുറത്ത് മേലെ അതിനപ്പുറം ആർക്കും പാടാൻ പറ്റില്ല. പാടിക്കഴിഞ്ഞതിന് ശേഷം പുള്ളി അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, സംസാരിച്ചു, മോനെ അപ്പോൾ ശബ്ദമെല്ലാം അടഞ്ഞു പോയി, ഞാൻ പാട്ട് നന്നായിട്ട് അസലായിട്ടുണ്ട് കേട്ടാ, ശബ്ദമൊക്കെ പോയി നിന്റെ പാട്ട് പാടിയിട്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ ദാസാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ കാശൊന്നും വാങ്ങിച്ചിരുന്നില്ല എന്ന് കേട്ടിരുന്നു. അത് എന്തുകൊണ്ടാണ്? അന്ന് കാശ് കൊടുക്കാനില്ലാഞ്ഞിട്ടാണോ? അത് സാർ അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു ഫേവർ ചെയ്തത്? ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ ഫാമിലി ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പം എൻ്റെ ചേട്ടൻ അവിടുത്തെ തരങ്കനിസ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ദാസറിൻ്റെ മ്യൂസിക് സ്കൂളിൽ ട്യൂട്ടറായിരുന്നു, സിത്താർ പഠിപ്പിക്കായിരുന്നു. അങ്ങനെ ചേട്ടൻ ദാസറിനോട് പറഞ്ഞിട്ടാണ് എന്നെ അങ്ങോട്ട് ആക്കിയത്. അപ്പം പിന്നെ അങ്ങനെ പൈസ ഒന്നും അദ്ദേഹം മുന്നിൽ നിന്ന് വാങ്ങിച്ചില്ല. 4 വർഷത്തെ കോഴ്സായിരുന്നു. അതിന് ദാസർ ഞാൻ ശ്രദ്ധിക്കുന്നത്, ദാസർ പാടുമ്പോഴും എന്നോടൊരു പ്രത്യേകത ഇഷ്ടമുണ്ട്. അപ്പോൾ ചിലപ്പോൾ മോനെ ഇതെങ്ങനെ ഓക്കെ അല്ലേ ഇതൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ അത്രയും വലിയൊരാളോ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കണല്ലേ, അങ്ങനെയൊക്കെ എന്താ പറയാ, അങ്ങനെ അത്രയും ഇഷ്ടം എനിക്ക് ദാസറിനെ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് ചോദിക്കാൻ. സുദീപ് ഒരു പാട്ട് പാടി, അധരം സഖി മധുരം നീ ഏകുമോ എന്ന് പറയുന്ന ഒരു വരി, അധരം സഖി മധുരം, അതെങ്ങനെയാണ് സാർ? അത് ഓർക്കുന്നുണ്ടോ? അത് വിനേട്ടൻ്റെ ഒരു പാടാണ്, ഊമപ്പെണ്ണിന് ഒരാളെ പയ്യൻ. അപ്പൊ സുധീറിനൊക്കെ ഞാനതിനകത്ത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്.
അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ പാട്ട് കമ്പോസ് ചെയ്തു. അപ്പോൾ എന്നോട് വിനേട്ടും പറഞ്ഞു, അല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാളുടെ മകൻ നന്നായി പാടുന്നു, നീ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം പാടിയപ്പോൾ എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടം തോന്നിയത്. ആക്ച്വലി ദാസറിന് വേണ്ടി ഞാൻ പാടി വെച്ചതായിരുന്നു. പക്ഷെ സുധീർ കുഴപ്പമില്ലാണ്ട് പാടിയത്. അതെ, ഊമപ്പെണ്ണിൻ ഉരിയാടപ്പനില് വേറൊരു പാട്ടുണ്ടല്ലോ, എനിക്കും ഇന്നൊരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കും നിന്നെ, എന്ത് ഞാൻ വിളിക്കും. അന്നത് സംസാരിക്കാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെങ്ങനെ സംസാരിക്കും എന്നുള്ളതായിരുന്നല്ലോ ആ ലിറിക്സ്. അത് രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഓർക്കണുണ്ടോ? അത് യൂസഫ് സാറിൻ്റെ ഒരു കഴിവാണ്. കാരണം നമുക്ക് സംസാരിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ പറ്റാത്ത ആളുകളുടെ മനസ്സ് പറയുന്ന സാധനം അത് അതിമനോഹരമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾ മദ്രാസിൽ ചേർന്ന എൻ്റെ കമ്പോസിങ്. ഈ കമ്പോസിങ്ങിന് മുന്നേ ഞാൻ ചുമ്മാ ടി വിയിൽ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് ബോബിയിലൊരു പാട്ടുണ്ട്, ഹം തും ഏക് കംറേ മേ ബന്ദ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരു മൂഡ് പിടിച്ചല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ആ പാട്ടാണ് എനിക്ക് ഇതിനകത്ത് മ്യൂസിക് ഈ പാട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായത്. ഇത് ഓർമ്മയുണ്ടോ അതിന്റെ ഒരു? എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ, എന്തു ഞാൻ വിളിക്കും. തനനന്ന തനനന്ന തനതാന. പ്രിയനെന്നോ പ്രിയതമനെന്നോ പ്രാണേശ്വരനെന്നോ മറ്റോ ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വരികൾ എഴുതി കഴിഞ്ഞാൽ സർക്കാസ്റ്റിക് ആയിട്ടേ കരുതുള്ളൂ. അന്നതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള വരികളായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ വിനയൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, വിനയൻ സാറുമായിട്ട് ചേർന്നിട്ട് കുറെ വരികൾ എഴുതിയിട്ടുണ്ട്. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും. മനസ്സേ നാനം തേരെ കണ്ണീരിൽ താരാര തരെ തരേ. അങ്ങനെ എന്തോണ് പോകുന്നൊരു പാട്ടാണ്. അത് വിനേട്ടൻ എന്നോട്, അപ്പം തൃശ്ശൂരായിരുന്നു എൻ്റെ കമ്പോസ്. അപ്പോൾ വിനേട്ടൻ ഗുരുവായൂർ അമ്പലത്തിൽ പോണ സമയത്ത് വന്ന് റൂമിൽ വന്ന് കയറിയിടാ, ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഇത് നീ നമ്മുടെ പടത്തിൽ നിന്ന് കയറ്റണമെന്ന് പറഞ്ഞു. അത് സ്വപ്നം ത്യജിച്ചാൽ നല്ല നല്ല വരികളാണ്. അങ്ങനെ കമ്പോസ് ചെയ്ത് അദ്ദേഹം അമ്പലത്തിൽ നിന്ന് പോയി വരുമ്പോഴേക്കും ഞാൻ പാട്ടൊക്കെ റെഡിയാക്കി വെച്ചു, കേൾപ്പിച്ചു. ഭയങ്കര ഹാപ്പിയായി. അതേപോലൊരു സെന്റിമെന്റൽ സോങ് ഉണ്ടായിരുന്നു, നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ. നീ കേഴുക, ഓർമ്മ എനിക്ക് മനസ്സിലായി. നീലനിലാവേ നീ കേഴുകയാണോ. ദാസറാണ് പാട്ടുള്ളൂ, പിന്നെ ഫീമെയിൽ എനിക്ക് ഓർമ്മയില്ല ആരാ പാടിയത്. ഇനിയും പാട്ടുകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. അങ്ങനെ അത് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ദൈവം വിചാരിക്കണം, എൻ്റെ അല്ല നമ്മളെ ദൈവം വിചാരിക്കണം. ഈ ലോകത്തുള്ള പലരും പല ക്യാരക്ടേഴ്സാണ് അല്ലേ. ഇവിടെ എത്രയോ കോടി ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെയൊക്കെ മനസ്സും ചിന്തകളും വിചാരങ്ങളും എല്ലാം പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. പലരും നമ്മളെ മറന്നുപോയി. ഞാൻ 2-3 ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അന്ന് ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഭയങ്കര വിഷമമുണ്ട് എനിക്കത്. പക്ഷെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത്, എനിക്ക് ഭാര്യ മക്കൾ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ വേണ്ടപ്പെട്ട 2-3 ആളുകൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെ എന്നല്ല, ഈ ലൈഫിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുന്നത്. നമ്മൾ സ്വന്തമാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ലൊരു സമയത്ത് എല്ലാവരും നമ്മളടുത്ത് കൂടും. പക്ഷേ അങ്ങനെ ഒരു വീഴ്ച വരുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കും. പലരും എൻ്റെ ഫോൺ എടുക്കാത്തൊരവസ്ഥയായി. എനിക്ക് വർക്കില്ല. ഇപ്പം എൻ്റെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, 5-8 സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും എന്നെ വിളിക്കും ഓരോ ചാൻസിനും വേണ്ടി. ഞാൻ ഇതും ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ അവർക്ക്, മക്കളെ
ഞാൻ അടുത്തതുണ്ട്, നീ ഇന്ന ദിവസം വരാം. അങ്ങനെ കാരണം ഇത് തിരക്ക് പിടിച്ച പണിയാണ്. അത് ആ സമയത്തും ഞാൻ അവരോട് സംസാരിക്കും, വാ നമുക്ക് ഇന്ന ദിവസം ചെയ്യാം, ഇന്ന വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. പക്ഷേ ഒരു വീഴ്ച വന്നപ്പോഴേ ഒരു മനുഷ്യൻ എന്തിനൊരു എനിക്ക് ഞാൻ 1-2 പ്രോഗ്രാം ഞാൻ അത് വന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആളുകളൊക്കെ വിളിച്ചു. കാരണം എന്നെ അവർ സഹായിക്കുന്നു വിചാരിച്ചു. സഹായിക്കുന്ന ചില വേറെ ഒന്നുമല്ല, അവർ വരുമ്പോൾ അത് ഒരു വലിയൊരു പ്രോഗ്രാമിൽ നടത്തുന്നു. പലരും എൻ്റെ ഫോൺ എടുത്തില്ല. ഭയങ്കരമായി ഫീൽ ചെയ്തു. കാരണം നമ്മൾ അതാണ് രോഗം. ഞാൻ ആരെ പറ്റും പറഞ്ഞതല്ല കേട്ടോ, ഒരു സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുമോ, കേൾക്കുമോ? ഞാൻ പിന്നെ ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മ്യൂസിക്കൽ സബ്ജക്റ്റാണ് അത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ചുമ്മാ സമയം വേറെ ഒന്നിനല്ല കേട്ടോ, സമയം കളയാൻ വേണ്ടിയും പിന്നെ എൻ്റെ ഒരുപാട് എന്താ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് വരേണ്ടത്. നന്നായി വരട്ടെ. അതെ അതെ.